പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീല കലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. അറിയാതുണർന്നു കതിരാർന്ന ചീലുകൾ അറിയാതുണർന്നു കതിരാർന്ന ചീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി. ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. പാപ്പാ ധനിത പമ പഗ പമ ഗാരി സ സഗമാമ മനിത സനിരി സനിദാ പാ. പാപ്പാ ധനിത പമ പഗ പമ ഗാരി സ സഗമാമ മനിത സനിരി സനിദാ പാ. പാപ്പാ മദ പാമരി പാപ്പദ മപദ മദ പാമരി നിസധ സരിഗമഗ ഗഗമ ഗരിമ മധനിമ മധനിരി സനിനി നിരിസാ മദപ നിരിസാനിദ ധനിരിഗമ ഗരി സസാ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. അശ്വിൻ ചേച്ചി, ഇത് അച്ഛൻ സെലക്ട് ചെയ്ത പാട്ടാണോ? അല്ല, ഇത് എനിക്ക് ഗോവിന്ദേട്ടൻ സെലക്ട് ചെയ്യുന്ന പാട്ട്. ഗോവിന്ദ്, നീ ഇപ്പൊ ബോയ്സിനും പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും അല്ലേ? ലേഡീസിന് മാത്രമേ സാധാരണ അവൻ അതേ ചെയ്യാറുള്ളൂ സാർ. അല്ല, അശ്വിന് സോങ് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് സോങ്സ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ സോങ് പറഞ്ഞു. അപ്പൊ
ഇതന്നെ കിട്ടി. എന്തായാലും നന്നായിരിക്കുന്നു. എന്തായാലും അടിപൊളി. താങ്ക് യു. നൈസ് സെലക്ഷൻ. പേടിയുണ്ടായിരുന്നോ ഇനി ഇത് സെലക്ഷൻ മോശമായെന്ന് പറയും? ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. ചേച്ചി അശ്വിൻ, മാം. എന്ത് മനോഹരമായ പാട്ട്. അതെ. സൂപ്പർ, മനോഹരമായ സെലക്ഷൻ. അവന് പറ്റിയ ഒരു പാട്ട്. എനിക്കിതില് പാടി തുടങ്ങിയ സമയത്തൊക്കെ ചെറിയ ചെറിയ പെർഫെക്ഷൻസ് ആവാമായിരുന്നു എന്ന് തോന്നി. താരമേ, ആദ്യത്തെ തുടക്കം പല്ലവിയിലുള്ള അതിന്റെ ആ ക്ലാരിറ്റി ഒന്ന് പാടിയ മനെ. ആഗ്യ താരമേ മേ അതിലൊക്കെ ഒരു മേ സ്ട്രെയിന് വരുന്നു. മേ 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 അങ്ങനെ മേ അങ്ങനെ പോരുന്നു. മോനിത് അങ്ങനെ പാടരുതെന്നാ വേണ്ട. പാടില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അവൻ അങ്ങനെ അതേപോലെ ലോവർ നോട്ട്സ് വരുന്നിടത്തൊക്കെ ആ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് ആ എന്തോ സ്ട്രഗിൾ ചെയ്യുന്ന മാതിരി. അവിടെ എനിക്ക് ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കാലിട്ടടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കില്ലേ, ആ ഒരു ശ്രമം തോന്നുന്നുണ്ട്. അത് ശരിയാക്കി എടുക്കണം. ആ ലോവർ രജിസ്റ്റേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ. അതുപോലെ അറിയാതെ ഉണർന്നു അനുപല്ലവിയല്ലേ, അത് ആ ലൈൻ ഒന്ന് പാടും. അറിയാതുണർന്നു. ബെറ്ററായി. ആദ്യം ഇത് ടേക്കില് പാടിയ സമയത്ത് വളരെ ലൈറ്റായി പോയിരുന്നു. അത് എവിടെ എത്താത്ത പോലെ ഉണ്ടായിരുന്നു. ആ നോട്ട്സ് ഒക്കെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നി. അതുപോലെ ലാസ്റ്റിലത്തെ ആ സ്വരങ്ങൾ പാടിയെടുത്ത് നന്നായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. ഒരു സുഖം ഉണ്ടായിരുന്നു സ്വരം. പക്ഷെ അതിൽ സരിഗമ എന്ന് പാടിയല്ലോ, അതല്ലല്ലോ അവിടുത്തെ സ്വരം. പാടി വന്ന് അതാണ് പ്രശ്നം. അതെങ്ങനെയാ അവിടെ സരിഗമയത്? പെട്ടെന്ന് അത് എഴുതി വെച്ചതും നിരിഗമയാണ്. അയ്യോ, അതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഞാനിതിങ്ങനെ കിടന്ന് തപ്പാണ്. അത് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, കിട്ടിയില്ല. അത് അവസാനം സരിഗമ തപ്പി നോക്കിയപ്പോൾ അത് സരിഗമ നിരിഗമയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അശ്വിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലും മനോഹരമായിട്ട് ഒരുപാട് പാട്ടുകൾ അശ്വിൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു പാട്ട് ആ ഒരു ഇതിലേക്ക് ഉയരണം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പഠിക്കാൻ മോനെ. താങ്ക് യു ചേച്ചി. ശരത് സാർ. അശ്വിനെ സാർ, ഉഗ്രം പാട്ടടാ. താങ്ക് യു സാർ. ആ പാട്ട് സെലക്ട് ചെയ്ത് തന്ന് നമ്മുടെ ഗോവിന്ദന് 175 ആണ്. അപ്പൊ മോനെ ചക്കരെ, ഇന്ന് എനിക്കും നീ അങ്ങോട്ട് പാടിയിട്ട് ഇങ്ങ് എത്തിയിട്ടില്ലടാ. അതാ ഇവിടെങ്ങാണ്ട് വന്ന് നിൽക്കുക പാട്ട്. കാര്യം ആദ്യം നീ ഇങ്ങനല്ല പാടുന്നത്. അത് ഈ സംഗതികളൊക്കെ, എന്നാൽ അതൊരു ഭീകര സംഗതിയല്ല. ഒന്നാം നിനക്ക് ശ്രുതിയുടെ കാര്യം, ഇതിപ്പോൾ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ MG അണ്ണൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നജി ഇത് കുറച്ചും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ അവനിത് ശരിയാവുമായിരുന്നോ എന്ന് ചോദിച്ചു. പക്ഷെ അപ്പോഴത്തെ തുടങ്ങി നമ്മൾ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് അത് ഒന്ന് പാടാമോ നമുക്ക്? ഇപ്പൊ കിട്ടുമോ? ശ്രമിക്കാം സാർ. സൗഭാഗ്യ താരമേ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യ താരമേ സൗഭാഗ്യ സൗഭാഗ്യ താരമേ മേ. അത് ആയിട്ടില്ല, മാർച്ച് വരെ അങ്ങോട്ട് ആയിട്ടുള്ളത്. മേ ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പോഴും ഒരു കുഴപ്പമുണ്ടാ, അത് ശരിയാക്കണം. എടാ ചക്കര, അതുപോലെ ഇപ്പൊ മഞ്ചരി പറഞ്ഞില്ലേ, അറിയാതെ അതൊരു ഒരു അത് നിനക്ക് കൃത്യമായിട്ട് അത് പാടി അങ്ങോട്ട് ഫലിപ്പിക്കാനും പറ്റിയില്ല. ഇതൊക്കെ ഫീൽ ചെയ്തോ നമ്മൾ പറയുന്നത്? മനസ്സിലായിരുന്നല്ലേ? വെരി ഗുഡ്, താങ്ക് യു. അമൃതഗണം വീണു പാടുമോ? എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. മോനെ അത് എല്ലാത്തിലും അങ്ങനെ ഇട്ട്, അമൃതകണം വീണു, അമൃതകണം വീണു. മതി, അത് അമൃതം ആവട്ടെ. ഇത് വിഷമായിട്ടിരിക്കുക, അതൊന്ന് അമൃതാക്ക്. ഒന്ന് പാടാമോ വൃത്തിയായിട്ട്? ആ മറ്റേത് പോട്ടെ. നീ അമൃത അവിടെ തൊട്ട് പാട്. മുകുളങ്ങളിൽ അമൃതകണം വീണു. എടാ അവിടെ എന്തിനാ അമൃതകണം വീണു, അമൃതകണം വീണു. അത് കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റി പിടിക്ക്. അമൃതകണം വീണു. മതി മതി, ബോധിച്ചു. വീണോ സാർ? ആ വീണു. എന്റെ ഒരു കാല് കുളിച്ചു. നിനക്ക് എന്തോ ഒരു കുറവുണ്ടടാ. നിന്നെ ഇങ്ങനല്ല ഞങ്ങൾക്ക് കാണേണ്ടത്. പറ്റിയ നിനക്ക് അറിഞ്ഞൂടെ ചേച്ചി?
അറിഞ്ഞൂടെ ചേച്ചി? അപ്പൊ അത്രേ ഉള്ളു ചക്കരെ. അത് ആ, sir. കുറച്ചും കൂടി ഇങ്ങോട്ട് വരാമായിരുന്നു തോന്നുന്നു. ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സർ. ഷാനിക അശ്വിനെ സാർ. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അശ്വിൻ ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ. ഒരു ഹാഫ് നോട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ നോട്ട് കൂട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഹിറ്റാവാൻ എനിക്കും അങ്ങനെ തോന്നി. പക്ഷെ ഈ ഹൈ പോർഷൻ വരുന്നില്ലേ ഒരു ഭാഗത്ത്, അത് പേടിച്ചിട്ടാണോ? അന്ന് ആദ്യം ഞാൻ പിച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, ഹൈസ്. എടാ, ഒരു ഹാഫ് കേട്ടിട്ട് നീ ഒന്ന് പാടുക എന്നാലേ. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ. ഓക്കെ, ഇപ്പൊ ആ നോട്ട് നീ ഹിറ്റ് ചെയ്തു. ഹൈ പോർഷൻ ഒന്ന് പാടിയേ. ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. ശ്ശേ, സംഭവം നിനക്ക് ഈ ഒരു സ്കെയിൽ ചൂസ് ചെയ്യാമായിരുന്നു അശ്വിനെ. പോട്ടെ, അത് പോയ ബുദ്ധി ഇപ്പം ആന വലിച്ചാലും വരില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇതൊന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. ചിലപ്പം നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വെറുതെ ഒരു മെന്റൽ ബ്ലോക്ക് മാത്രമായിരിക്കും. ഇപ്പൊ പാടിയപ്പോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്, അസലായിട്ട് പാടി. പക്ഷെ അശ്വിൻ നമുക്ക് തരുന്ന ആ ഒരു ഫീൽ അതൊരു ഇച്ചിരി പൊടിക്ക് അങ്ങ് കുറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടാ. അത് നെക്സ്റ്റ് ടൈം വാട്ട് എവർ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തലേന്ന് എടുത്ത് മാറ്റിയിട്ട് സ്റ്റേജിലേക്ക് കയറാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. എം ടി സർ. അശ്വിൻ കുട്ടാ, സാർ. എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അശ്വിനെ സാർ. നീ അസലായിട്ട് പാടി. താങ്ക് യു സാർ. എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ എങ്ങനെ പറയും? ഇതിലും ഭേദം അവനെ അങ്ങ് കത്തിച്ച് കളയുന്നതായിരുന്നു. അവനങ്ങ് ഒരു സന്തോഷിച്ചു. നിമിഷത്തേക്ക് ആകാംക്ഷ. നീ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അത്രേ ഉള്ളൂ. ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ തന്നെയാണ്. കാരണം ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേറെ ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ നന്നാക്കാമായിരുന്നു. അത് പിന്നെ ഒരു കാര്യം, കുറച്ച് ഈസിനെസ് വേണം പാടുമ്പോൾ. ഈ സംഗതി ഉണ്ടല്ലോ താരമേ, അതിനകത്തൊക്കെ കുറച്ച് ഈസിനെസ് ഉണ്ടാക്കണം പാടുന്നതിൽ. അതുപോലെ തന്നെ അവിടെ അങ്ങനെ പല പോർഷൻസും കുറച്ച് ഈസി ആകാം. പിടിക്കരുത് ഈ പാട്ട് പാടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. വെരി ഗുഡ് സെലക്ഷൻ. താങ്ക്സ് ടു യു. അസൽ സെലക്ഷൻ. അതായത് എന്നെ ഒരുപാട് പുറകോട്ട് കൊണ്ടുപോയി. ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജോൺസേട്ടൻ ഞാനും കൂടെ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാൽ AVM കോംപ്ലക്സിൽ നടക്കുന്നതും ചായ കുടിക്കുന്നതും ചുണ്ടലി കഴിക്കുന്നതും പിന്നെ അതിന് ശേഷം ഔസപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിൽ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്നതും പിന്നെ ഇതിൻ്റെ BGMs ഒക്കെ കമ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ദിവസങ്ങൾ എടുത്തൊന്നുമല്ല. ഈ ഒരു കോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 71 ആണെങ്കിൽ 8 മണിയാകുമ്പോൾ ജോൺസേട്ടൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാർമോണിയം എടുത്ത് ഇരുന്നാൽ ചുറ്റും എല്ലാവരും വരും. മെയിനായിട്ടുള്ള വയലിൻ്റെ മെയിനായിട്ടുള്ള ആൾ, കീബോർഡിൻ്റെ, ഫ്ലൂട്ടിൻ്റെ. എന്നിട്ട് അദ്ദേഹം ഓരോ നോട്ട്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ബ്രേക്ക്. അതൊക്കെ പെട്ടെന്ന് ഞാൻ പറയുന്നത് ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മകൾ ഈ പാട്ട് കേട്ടപ്പം പ്രത്യേകിച്ച് ജോൺസേട്ടനെ കുറിച്ച്. അപ്പം അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് നീ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹാഫ് നോട്ട് കൂട്ടിയിരുന്നെങ്കിൽ ഈ നിന്റെ എല്ലാ വോയിസിൻ്റെ തെളിച്ചം വന്നതിനങ്ങോട്ട്. എന്തായാലും അടുത്ത പാട്ടിന് ശ്രമിക്കുക. അല്ല വേറെ ഒന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി ഈ പെർഫോമൻസിന് 8.8. താങ്ക് യു. ഷാനിക. അശ്വിൻ സാർ. 8.7. താങ്ക് യു സാർ. താങ്ക് യു. എം ടി സർ. 8.8. താങ്ക് യു സർ. ശരത് സർ. ഓക്കെ, സോ ടോട്ടൽ 26.3. യെസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.